Hello friends, welcome to Taste Hunter. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക കൊണ്ടുള്ളതാണ്. ചക്കയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചക്ക ജ്യൂസിന്റെ വീഡിയോയിൽ. അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ റെസിപ്പി ചക്കപ്പുഴുക്കാണ്. ചക്ക കൂട്ടാൻ എന്നും പറയാറുണ്ട്. തുടങ്ങാം. ആദ്യം എടുത്തു വെക്കേണ്ടത് ചക്ക തന്നെയാണ്. നല്ല മൂപ്പുള്ള ചക്കയാണ് വേണ്ടത്. നമുക്കൊരു ചക്കയുടെ പകുതി മതിയാവും. ചക്കയിൽ നിന്ന് ചക്കച്ചുളയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിയാം. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പിടി ചക്കക്കുരു വേണം. ചക്കക്കുരു ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി എടുക്കാം. ഒരു ചക്കക്കുരുവിന് 3 കഷ്ണമാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയുടെ അരപ്പാണ്. അതിലേക്കായി എന്തെല്ലാം വേണമെന്ന് നോക്കാം. അരമുറി ചക്കയിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് മതിയാവും. അപ്പോൾ തേങ്ങ എടുത്തു വെച്ചു. പിന്നെ ഈ അരപ്പിലേക്ക് വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയുമാണ്. 3 വീതം എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും പിന്നെ 8 കാന്താരി മുളക് കൂടിയാണ്. തേങ്ങ അരപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയി. ഇനി എടുത്തു വെക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ്. പിന്നെ അവസാനം കടുക് വറുക്കാനായിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി വേണം. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കലത്തിൽ വെക്കേണ്ടവർക്ക് കലവും എടുക്കാം. ആദ്യം ഈ ചക്ക കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർക്കണം. വേവാനായി 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാനായി വെക്കാം. നാല് വിസിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. അരവ് കൂടി പോവാൻ പാടില്ല. അപ്പം ഇതുപോലെ ചതച്ചെടുക്കുക. ഇപ്പോൾ ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അരപ്പ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ആവി കയറ്റണം. ഈ സമയത്ത് ചക്കയിൽ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. വിസിൽ വരാറാവുമ്പോൾ തീ ഓഫ് ആക്കിയാൽ മതിയാവും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വറവിടാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. ചക്കയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മുളകിട്ട മീൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും കേരള സർക്കാർ ചക്കയെ തന്നെ ഔദ്യോഗിക ഫ്രൂട്ടായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഒട്ടും മായം ചേരാത്ത ഈ ചക്കയൊക്കെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.